بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തു സബ 49 മുതൽ 54 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഖുൽ ജാഅൽ ഹഖ്, ഖാഫ് തഫ്ഖീം ചെയ്തുച്ചരിക്കേണ്ട ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഖുൽ എന്ന് തടിപ്പിച്ച് പറയുക. ജാഅ, ഇതിൽ വന്നിട്ടുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. അൽ ഹഖ്, ഇവിടെയും ഖാഫ് വരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ശക്തിയോടെ ഉച്ചരിക്കണം. ഹ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. എല്ലാ അക്ഷരങ്ങളും കൃത്യമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. വമാ യുബ്ദിഉ, ഇതിൽ ബാഇന് സുക്കൂനുള്ളത് കൊണ്ട് ഖൽഖല സുഗ്റ നൽകി സുക്കൂനിനെ ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. വമാ യുബ്ദിഉൽ ബാത്തിലു, അൽ ബാത്തിലു ത്വാഇന് തഫ്ഖീം കൊടുക്കേണ്ട അക്ഷരമാണെങ്കിലും കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ ഒന്നാകുന്നു ത്വാ. വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്, അന്ത്യത്തിൽ ദാലിൽ സുക്കൂൻ വരുന്നു. ഖൽഖലയുടെ ഖുത്ബ് ജദ് എന്ന 5 അക്ഷരങ്ങളിൽ ഒന്നാണല്ലോ ദാല്. ഇപ്രകാരം വഖഫിൽ സുക്കൂനോടുകൂടി വഖഫ് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ പദത്തിൻ്റെ അന്ത്യത്തിൽ വരുന്ന ഖൽഖലയുടെ അക്ഷരങ്ങൾക്ക് ഖൽഖല കുബ്രയാണ് വരിക. ഖൽഖല കുബ്രയാണ് വരിക. അപ്പോൾ വ്യക്തമാക്കി സുക്കൂനിനെ ഹറക്കത്ത് പോലെ ഉച്ചരിക്കണം. വമാ യുഈദ്, ദ് എന്ന് വ്യക്തമാക്കി കേൾപ്പിക്കുക. ഇതേ അവസ്ഥ തന്നെയാണ് എല്ലാ വചനങ്ങളുടെ അന്ത്യത്തിലും. ഇനിയുള്ള വചനങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കുക. ഖരീബ് 2 തവണ ആവർത്തിക്കുന്നു. ബഈദ് 2 തവണ ആവർത്തിക്കുന്നു. സൂറത്തിൻ്റെ അവസാനത്തിൽ മുരീബ്, ഇവിടെയൊക്കെ ഖൽഖല കുബ്ര എന്ന നിയമമാണ്. ഖുൽ വീണ്ടും ആവർത്തിച്ചു വരുന്നു. ഖാഫിനെ തഫ്ഖീം ചെയ്യണം. ഇൻ ളലൽതു, സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക. ശേഷം ദ്വാദ് വന്നതുകൊണ്ട് മണിക്കലിൽ തഫ്ഖീം വേണം. ദ്വാദ് തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണല്ലോ. ഇൻ ളലൽതു ഫഇന്നമ, നൂൻ മുശദ്ദദായി മണിക്കുക. ഫഇന്നമ, ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അദില്ലു അലാ നഫ്സി, അദില്ലു ദ്വാദിന് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണെങ്കിലും കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. അദില്ലു അലാ നഫ്സി വഇൻ ഇഹ്തദൈതു, വഇൻ ഇഹ്തദൈതു എന്നതാണ്. സാക്കിനത്തായ നൂനിൻ്റെ സുക്കൂൻ ഇൽത്തിഖാ സാക്കിനീൻ പരിഹരിക്കുവാൻ വേണ്ടി കസ്റ് കൊടുത്ത് ഉച്ചരിക്കുന്നു. വഇൻ ഇഹ്തദൈതു ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, യൂഹി എന്നതിലെ യാഇന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ഇന്നഹു സമീഉൻ ഖരീബ്, അതിനു മുമ്പായി റബ്ബി എന്നതിലെ റാഇന് തഫ്ഖീം കൊടുക്കാൻ ശ്രദ്ധിക്കുക. തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കണം. ഇന്നഹു നൂൻ മുശദ്ദദയെ മണിക്കുക. ഇന്നഹു എന്നതിലെ ഹ ഉദ്ദമീറിൻ്റെ ദീർഘം മദ്ദുസിലത്ത് സൂറ എന്നതാണ്. 2 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം നൽകുക. സമീഉൻ ഖരീബ്, സമീഉൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം. ശേഷം ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമായതുകൊണ്ട് മണിക്കലിലും തഫ്ഖീം വേണം. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന ബാഇൻ്റെ ഖൽഖല കുബ്ര നാം സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. സമീഉൻ ഖരീബ് വലൗ തറാ ഇദ് ഫസിഉ, തറാ എന്നതിൽ റാഇന് തഫ്ഖീമാണ് എന്നത് നേരത്തെ പറഞ്ഞു. ഇവിടെ ദീർഘത്തിലും തഫ്ഖീം ഉണ്ടായിരിക്കണം.
ആ ദീർഘമാകട്ടെ മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അലിഫ് മഖ്സൂർ എന്നാണ് ഈ അലിഫിന് പറയുക. വലൗ തറാ ഇദ് ഫസിഉ ഫലാ ഫൗത, എല്ലാ അക്ഷരങ്ങളും കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. വഉഖിദു ഖാ ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. തഫ്ഖീമാണെങ്കിലും കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. വഉഖിദു മിൻ മകാനിൻ ഖരീബ്, മിൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് പണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ മകാനിൻ ഖരീബ്. നേരത്തെ സൂചിപ്പിച്ച പോലെ മക്കാനിൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം. ശേഷം ഖാഫാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ നിയമങ്ങൾ ഇവിടെയും ബാധകമാണ്. ബാഇന് ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. വഖാലൂ ആമന്നാ ബിഹി, വഖാലൂ ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാന്റെ ഹർഫായതുകൊണ്ട് തടിപ്പിച്ച് ഖാഫിനെ ഉച്ചരിക്കുക. ആ തടിപ്പിക്കൽ അലിഫിൻ്റെ ദീർഘത്തിലും ഉണ്ടാകണം. വഖാലൂ എന്നതിലെ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കുക. ആമന്ന നൂൻ മുഷദ്ദദയെ മണിക്കണം. ബിഹി എന്നതിലെ ഹ ദമീറിന് മദ്ദുസിലത്ത് സൂറ നൽകി ആ യാഇനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. വഖഫ് ചെയ്യുമ്പോൾ ബിഹ് എന്ന് സുക്കൂനായിരിക്കും എന്നത് ശ്രദ്ധിക്കുക. വഅന്നാ ലഹുമുത്തനാവുഷ്, വഅന്ന നൂൻ മുഷദ്ദദയെ മണിക്കണം. ഷദ് നൽകപ്പെട്ട നൂൻ. അത്തനാവുഷു മിൻ മകാൻ, മേലെ വന്ന അതേ പദം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. നൂൻ സാക്കിനത്തായ നൂനിനെ പൂർണ്ണമായി മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ മകാൻ മകാനിൻ ബഈദ്. തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കുകയാണ് ഇവിടെ. മകാനിൻ എന്ന തൻവീൻ മീമിൻ്റെ ശബ്ദം നൽകി മാറ്റി മണിക്കണം. ഇഖ്ലാബ് എന്ന നിയമം. ശേഷം ബാഗ് വന്നതുകൊണ്ട് വഖഫിൽ ദാലിന് ഖൽഖല കുബ്ര നൽകി ദാലിൻ്റെ സുക്കൂൻ വ്യക്തമാക്കുക. മകാനിൻ ബഈദ്. വഖദ് കഫറു, ഖാഫിന് തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ ഹർഫാണ്. അതിൽ ശേഷം വഖദ് എന്ന് ദാലിന് സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി അതിൻ്റെ ഹറക്കത്ത് പോലെ സുക്കൂനിനെ വ്യക്തമാക്കി ചലിപ്പിക്കുക. വഖദ് കഫറു റാഇന് തഫ്ഖീം കൊടുക്കുക. ബിഹി മിൻ ഖബ്ൽ, ബിഹി ഹ ദമീറിന് മദ്ദുസിലത്ത് സുഗ്റ നൽകുക. മിൻ ഖബ്ൽ സാക്കിനത്തായ നൂൻ ശേഷം ഖാഫ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം. ശേഷം ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമായതുകൊണ്ട് ഖബിൽ എന്ന് പറയുമ്പോൾ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. വയഖദിഫൂന, ഖാഫിന് ഖൽഖല സുഗ്റ നൽകണം. സുക്കൂനിനെ ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. അതോടൊപ്പം തഫ്ഖീം ചെയ്യുകയുമാണ്. ഇസ്തിഅലാന്റെ ഹർഫുമാണ്. വയഖദിഫൂന ബിൽ ഗൈബി, ഗൈബി എന്ന് പറയുമ്പോൾ ഗൈന് തഫ്ഖീം ചെയ്യേണ്ട തടിപ്പിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. മിൻ മകാനിൻ ബഈദ്, മേലെ വന്ന വചനത്തിലെ അതേ പദങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നു. സാക്കിനത്തായ നൂനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ. അതുപോലെ മകാനിൻ എന്ന തൻവീനിനെ ശേഷം ബാഗ് വന്നതുകൊണ്ട് ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം. അന്ത്യത്തിൽ ദാലിന് ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യണം. മിൻ മകാനിൻ ബഈദ്. വഹീല ബൈനഹും വബൈനമാ, ഹീല ബൈനഹും വബൈനമാ, ബൈനഹും സാക്കിനത്തായ മീം ശേഷം വാവ്. ഇൽഹാർ ഷഫവി ചെയ്തുകൊണ്ട് വ്യക്തമാക്കി മീമിനെ ഉച്ചരിക്കുക. അല്പം പോലും മണിക്കരുത്. ശേഷം വാവ് വന്നതുകൊണ്ട് സൂക്ഷ്മത വേണം. ഷഫവിയ അക്ഷരങ്ങളാണ് ഇവയെല്ലാം എന്നതുകൊണ്ട് മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബൈനഹും വബൈന എന്ന് വ്യക്തമാക്കി അവ രണ്ടും മഖ്റജിൽ നിന്ന് വെളിവാക്കി ഉച്ചരിക്കുക.
وبين ما يشتهون كما فعل بأشياعهم من قبل. മേലെ വന്ന മിൻ ഖബൽ എന്ന പദം ആവർത്തിക്കുന്നു. ഇവിടെ ബി അഷ്യാഇഹിം എന്നതിലെ സാക്കിനത്തെ മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക ഇദ്ഗാമുൽ മുതമാസിലൈൻ സഗീർ എന്ന നിയമമാണ്. മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, അല്ലെങ്കിൽ ഇദ്ഗാം ഷഫവി എന്നും പേര് നൽകാം. മിൻ ഖബൽ എന്നതിൽ സാക്കിനത്തെ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി ഖാഫിൻ്റെ മുമ്പിൽ മറച്ചു മണിക്കണം. മണിക്കലിൽ ഖാഫിന് തഫ്ഖീം ഉള്ളതുകൊണ്ട് മണിക്കലിലും തഫ്ഖീം വേണം. ബായിന് ഖൽഖല സുഗ്റ നൽകുക. മിൻ ഖബൽ ഇന്നഹും നൂൻ മുഷദ്ദദായി മണിക്കുക. അന്ത്യത്തിൽ വന്ന സാക്കിന തമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ഇന്നഹും കാനൂ ഫീ ശക്കിൻ മുരീബ്. ഷക്കിൻ എന്നതിലെ തൻവീൻ പൂർണ്ണമായും ലയിപ്പിച്ചു മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന ക്യാമിൽ. തൻവീനിൻ്റെ ശബ്ദം കേൾക്കുകയില്ല, മീമിൻ്റെ ശബ്ദം മാത്രമാണ് കേൾക്കുക. ഫീ ശക്കിൻ മുരീബ്. അന്ത്യത്തിൽ ബായിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. വ്യക്തമാക്കി അതിൻ്റെ സുക്കൂൻ ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം എന്നർത്ഥം. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قل جاء الحق وما يبدئ الباطل وما يعيد. قل إن ضللت فإنما أضل على نفسي وإن اهتديت فبما يوحي إلي ربي إنه سميع قريب. ولو ترى إذ فزعوا فلا فوت وأخذوا من مكان قريب وقالوا آمنا به وأنى لهم التناوش من مكان بعيد وقد كفروا به من قبل ويقذفون بالغيب من مكان بعيد وحيل بينهم وبين ما يشتهون كما فعل بأشياعهم من قبل إنهم كانوا في شك مريب.